ഇപ്പോൾ ഇതാ മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ PSC ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം. അവർ പുല്ല് തിന്നുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുൺ ആണ് ചേരുന്നത്. അരുൺ, പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ, മുട്ടിലിഴഞ്ഞുള്ള പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇതാ പുല്ല് തിന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് അവർ കടക്കുന്നു. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, LP സ്കൂൾ ടീച്ചേഴ്സ് റാങ്ക് ലിസ്റ്റ്പ്പെട്ട ഉദ്യോഗാർത്ഥികളാണെങ്കിൽ 34 ദിവസമായി സെക്രട്ടറിന് മുന്നിൽ സമരം നടത്തി വരുന്നത്. മുട്ടിലിഴഞ്ഞ് അടക്കമുള്ള പലവിധ സമരമുറകൾ അവർ നടത്തി. മുഖ്യമന്ത്രി ഇത് അവരോട് 4 തവണ സർക്കാർ ചർച്ച നടത്തിയെന്നൊരു വിവരം കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പക്ഷേ അതിനെ തള്ളിക്കൊണ്ട് 4 തവണ മന്ത്രിമാരെ കാണാൻ പോലും അപ്പുറത്തേക്ക് ഒരു തരത്തിലും ചർച്ചയ്ക്ക് തയ്യാറായില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ പ്രശ്നം പരിഹരിക്കാമെന്ന് സർക്കാർ ഉറപ്പ് നൽകുന്നു എന്ന അവരുടെ വിശ്വാസമെടുക്കുന്നു പറയുമ്പോഴും ഇപ്പോഴും ഒരു തരത്തിലും അത്തരം നടപടി ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പുല്ല് തിന്നുകൊണ്ട് ഉള്ള സമരം അവർ നടത്തുന്നത്. പുല്ല് കഴിച്ചുകൊണ്ട് തന്നെയാണ്, വെറുതെ പ്രതീകാത്മക സമരമല്ല, പുല്ല് കഴിച്ചുകൊണ്ട് തന്നെ ഈ ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്യുന്നു. എന്താണ് ഇത്തരം ഒരു സമരത്തിലേക്ക് പോകേണ്ട സാഹചര്യം എന്താണ്? സർക്കാർ ഇടപെടാന്ന് പറഞ്ഞതല്ലേ? സർക്കാർ വിഷയത്തിൽ ഇടപെടാന്ന് പറഞ്ഞതാണല്ലോ. പിന്നെന്താ ഇങ്ങനെ പുല്ല് തിന്നൊരു സമരമൊക്കെ? അറിയില്ല, നമ്മളെ മാത്രം കാണുന്നില്ല, അർഹതപ്പെട്ടവരെ കാണുന്നില്ല, എന്തോ കാണുന്നില്ല. കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾക്കെല്ലാം അർഹതയുള്ളവരാണ്. ഇവിടെയുള്ളവരെല്ലാം DLED പഠിച്ചവരാണ്, റാങ്ക് ലിസ്റ്റിൽ വന്നവരാണ്. അതിന് എന്തോരം കടമ്പ കടക്കണമെന്നറിയോ? കേട്ടിട്ട് പാസ്സാണ്. DLED 2 വർഷം പഠിക്കണം, 100 ദിനം സ്കൂളുകളിൽ പോയി പിള്ളേരെ പഠിപ്പിക്കണം, എന്നിട്ട് കാറ്റഗറി 1 പാസ്സാവണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 വർഷം പഠിച്ച് PSC റിട്ടേൺ ടെസ്റ്റ്, OMR ടെസ്റ്റ് പാസ്സാവണം. അതിനുശേഷം ഇന്റർവ്യൂ പാസ്സാവണം. എന്നിട്ടാണ് ഈ റാങ്ക് ലിസ്റ്റ് വന്നത്. നമുക്ക് കിട്ടേണ്ടതാണ്, കിട്ടുന്നില്ല. അഭിലാഷ്, ഇതാണ് ഒരു പട്ടികയിൽ ഉൾപ്പെടാൻ ഈ ഉദ്യോഗാർത്ഥികൾ വന്ന വഴികളാണ്, കടമ്പകളാണ് വിശദീകരിച്ചത്. സർക്കാർ കഴിഞ്ഞ ദിവസത്തിൽ ഇടപെട്ടില്ലേ? സമരം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് ആവശ്യപ്പെട്ടത്? അതെ, 2 മാസത്തെ അവകാശമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഒരു ചർച്ചയ്ക്ക് വിളിക്കും, അനുകൂലമായിട്ട് മറുപടി ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വിളിച്ചിരുന്നു, പക്ഷെ അത് ഇവിടെ നിന്ന് അവിടെ ചെന്ന് കണ്ട് ആണ് ചർച്ചയ്ക്ക് നിന്നത്. പക്ഷെ ഇത് അനുകൂലമായിട്ട് എന്തായാലും ഇനിയൊരു ചർച്ചയ്ക്ക് കൂടി അവസരം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. 2 മാസത്തെ സാവകാശം സർക്കാർ ചോദിക്കുമ്പോൾ അത് കൊടുക്കണ്ടേ? അതെന്താണ് നിങ്ങൾ അങ്ങനെ തയ്യാറാകാത്തത്? കഴിഞ്ഞ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുപോലെ തന്നെ ആയിരുന്നു. അപ്പോ തീർച്ചയായിട്ടും ഒരു എന്താ പറയാ, നേരിട്ട് ഞങ്ങളുടെ അടുത്തൊരു അനുകൂലമായ മറുപടി ഉണ്ടാവും എന്ന് കരുതിയിട്ടാണ് ഇങ്ങനൊരു സമീപനം സ്വീകരിച്ചത്. ഇതാണ് അവരുടെ അവസ്ഥ. 34 ദിവസമായി സമരം, അതിൽ ആഴ്ചകളായി നിരാഹാര സമരം കിടക്കുന്ന ഉദ്യോഗാർത്ഥികളുമുണ്ട്. അവരെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമമൊക്കെ നേരത്തെ അധികൃതർ നടത്തിയിരുന്നു. ഇപ്പോൾ വീണ്ടും അവരുടെ വൈദ്യ പരിശോധന ഇവിടെ നടത്തുകയാണ്. സമരപ്പന്തലിൽ നിന്ന് മാറ്റാനുള്ള നീക്കമായിരുന്നു. ഈ 2 മാസം സാവകാശം സർക്കാർ ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് അത് തയ്യാറാകാതെ സമരമായിട്ട് മുന്നോട്ട്? സത്യത്തിൽ 2 മാസം വേണ്ട, ഒരു നിമിഷം പോലും സർക്കാരിന് ആവശ്യമില്ല. നമ്മൾ പറഞ്ഞത് ഡിവിഷൻ വാൾ വന്ന സ്കൂളുകളിൽ മാത്രം, ഡിവിഷൻ പോയ സ്കൂളുകളിൽ മാത്രം 1:25 ആക്കേണ്ടതാണ്. അത് സത്യത്തിൽ സർക്കാരിന് ഒരു സാമ്പത്തിക ബാധ്യതയുമില്ല. നിലവിൽ അവിടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സിനെ അവിടെ തന്നെ നിലനിർത്താനാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ സർക്കാർ പറയുന്നത് മൊത്തം സ്കൂളുകളിൽ 1:25 ആക്കണമെന്നാണ്. അത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ട് സർക്കാർ സ്കൂളുകളിൽ എവിടെയൊക്കെ ഡിവിഷൻ സംഭവിച്ചോ അവിടെ മാത്രം മതി. അപ്പോൾ സർക്കാരിന് ഒറ്റ ക്ലിക്കിൽ കിട്ടുന്നതേ ഉള്ളൂ. ഇന്ന് കാരണം ഇന്ന് ആധുനിക യുഗത്തിൽ എല്ലാ കണക്കുകളും സർക്കാരിന് മുമ്പിൽ വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ ഒറ്റ ക്ലിക്കിൽ കിട്ടുന്നതാണത്. അതിന് 2 മാസത്തിന്റെ ആവശ്യമില്ല. പിന്നെ ഞങ്ങൾ പറഞ്ഞത് 2 മാസത്തിലല്ലാതെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നിരവധി കാര്യങ്ങൾ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ 4 ആവശ്യങ്ങളാണ് ഉന്നയിച്ചത്. അതിൽ 3 ആവശ്യങ്ങളും ഉടൻ നടപ്പിലാക്കാൻ പറ്റുന്നതാണ്. അതിനെക്കുറിച്ചൊരു പരാമർശവുമില്ലാതെ 2 മാസം വേണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ 2 മാസം കഴിഞ്ഞാൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും, എങ്ങനെ നടപ്പിലാക്കുമെന്നും ഒരു ഉറപ്പ് കിട്ടാതെ ഞങ്ങൾ എങ്ങനെയാണ് സമരം നിർത്തുക? മനഃപൂർവ്വം വൈകിപ്പിക്കാൻ തോന്നുന്നുണ്ടോ സർക്കാർ? അങ്ങനെ അത് ഞങ്ങൾക്ക് ആരോടും വിദ്വേഷമോ പകയോ അല്ലെങ്കിൽ ഞങ്ങൾ പോരാടാനോ വന്നത്. ഞങ്ങൾ ജനാധിപത്യപരമായി ഭരിക്കുന്ന സർക്കാരിനോട് മാത്രമാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടത് നീതിയാണ്. അപ്പോൾ ആ നീതി 2 മാസം ആണെങ്കിൽ ശരി, 2 മാസം. പക്ഷെ അതെങ്ങനെ നടപ്പിലാക്കും, എപ്പോൾ നടപ്പിലാക്കുമെന്ന് സമരസമിതിയുമായി ഒരു തുറന്ന ചർച്ച വേണം. ഞങ്ങൾ പറയുന്നത് മാത്രം കേൾക്കണമെന്നല്ല. ജനാധിപത്യ രീതിയിൽ തുറന്ന ചർച്ചകൾ നടന്ന് 2 കൂട്ടരെയും സംവാദം നടന്ന് നല്ല നീതിയുക്തമായ ചർച്ചകൾ നടന്ന് ഒരു പരിഹാരത്തിലേക്ക് വരണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. പക്ഷെ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ല.
ഞങ്ങൾ പറയുന്നു, വീണ്ടും വീണ്ടും പറയുന്നു, ഞങ്ങളുടെ ഭാഷ മാത്രമല്ല ചർച്ച നടക്കണം, ക്രിയാത്മകമായ ചർച്ചകൾ നടന്ന് ഇനി വരുന്ന തലമുറക്ക് കൂടി പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത രീതിയിൽ, ഇനിയൊരു അധ്യാപക സമൂഹവും ഈ മരച്ചുവട്ടിൽ വന്നു തിരിക്കാത്ത രീതിയിൽ ക്രിയാത്മകമായ ഒരു ഇടപെടൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൊതുജനങ്ങളും യുവാക്കളും ഒക്കെ നടത്തിയിട്ട് ഇനി ഒരിക്കലും പ്രശ്നമില്ലാത്ത രീതിയിൽ ഈ പ്രശ്നം പരിഹരിക്കണം. പൊതുസമൂഹത്തിന്റെ പിന്തുണ കൂടുന്നു. യുവജന സംഘടനകൾ ഇന്നലെ CJP പോലുള്ള ഡൽഹി സമരം ചെയ്ത അവരുടെ ആളുകളൊക്കെ ഇവിടെ സമരത്തിന് വരുന്നു. അതിലൊരു പ്രതീക്ഷയുണ്ടോ? അവരൊക്കെ ഇന്നിപ്പോ യുവമോർച്ചയുടെ മാർച്ചുണ്ട്. തീർച്ചയായും നമ്മൾക്ക് യുവജനങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ പോകുന്ന വഴിപോക്കർ പോലും നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ഇവിടെ എഴുതി വെച്ചതനുസരിച്ച് അവർ പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് നീതിക്ക് വേണ്ടിയുള്ള സമരമാണ്, നിങ്ങളുടെ സമരം വിജയിക്കട്ടെ എന്ന് തന്നെയാണ് അവർ ആശംസിക്കുന്നത്. നിരാഹാരം കിടക്കുന്ന അവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? ആരോഗ്യനില ഇപ്പോൾ ഏകദേശം 3 ദിവസത്തിൽ ദിനേന 3 തവണ ഡോക്ടേഴ്സ് വന്ന് പറയാറുണ്ട് ടീച്ചർക്ക് കുറെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രിപ്പിലൂടെയാണ് ഇപ്പോൾ അത് നിലനിർത്തുന്നത്. സോഡിയവും മറ്റ് ഷുഗറും ഒക്കെ കുറവ് തന്നെയാണ്. അപ്പോൾ അത് ഡ്രിപ്പിലൂടെ നിലനിർത്തിക്കൊണ്ടാണ് ടീച്ചറുടെ ആരോഗ്യനില ദിനേന വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സർക്കാരിനോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നത്, ഞങ്ങൾ നിങ്ങളോട് ഏറ്റുമുട്ടാനോ മല്ലിടാനോ വന്നവരല്ല. ഈ സമരത്തിന്റെ കൂട്ടത്തിൽ 80% ഈ മന്ത്രിസഭ വരുവാൻ വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചവരാണ്. നമ്മൾ പറയുന്നത് ടീച്ചർ ഒരു 2 മക്കളുടെ അമ്മയാണ്, ഒരു വന്ധ്യവയോധികയായ ഒരു അമ്മയ്ക്ക് തണലാണ്. അപ്പൊ നമ്മൾ പറയുന്നത് ഈ ടീച്ചറുടെ ജീവൻ വെച്ച് കളിക്കാതെ നമ്മൾക്ക് ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക്, ക്രിയാത്മകമായ ചർച്ചകളിലേക്ക് കടന്ന ഒരു പരിഹാരം വേണം. ടീച്ചറുടെ ജീവൻ രക്ഷിക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇതാണ് അഭിലാഷ്, ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം, അവരുടെ തികച്ചും ന്യായമായ ആവശ്യം നമുക്ക് പറയേണ്ടി വരും. അവർക്കറിയാം സർക്കാരിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ, ഇത്രയധികം നിയമനം നടത്തേണ്ട സർക്കാരിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ അവർക്കറിയാം. പക്ഷേ അപ്പോഴും ഒരു വിശ്വാസത വേണം. അവർക്ക് നൽകുന്ന ഉറപ്പുകൾ പാലിക്കപ്പെടണം. നമ്മൾ CJP സമരം ഡൽഹിയിൽ കണ്ടപ്പോൾ വലിയ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച ജനവിഭാഗമാണ് കേരളത്തിലെ ഭൂരിപക്ഷം ആളുകളും. അതിന് സമാനമായി അവിടെ കൃത്രിമമാണെങ്കിൽ ഇവിടെ ഈ പട്ടികയിൽ നിയമനം നടക്കുന്നില്ല എന്ന ഉദ്യോഗാർത്ഥികളുടെ ആവശ്യമാണ്. അവർക്ക് വലിയ പിന്തുണ നൽകുന്ന ഉറപ്പ് കൊടുത്ത ഒരു സർക്കാർ കൂടിയാണ്. ആ ഒരു മുന്നണിയാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് PSC നിയമനത്തിൽ നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം മറികടന്നുകൊണ്ട് കൃത്യമായ നിയമനം നടത്തുമെന്ന അവകാശവാദവുമായി, അത്തരം വാഗ്ദാനവുമായി അധികാരത്തിൽ സർക്കാരാണ്. അത് ഭരിക്കുമ്പോഴും ഇങ്ങനെ ഉദ്യോഗാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള സമരങ്ങൾ, ആഴ്ചകളായ ഒരു ടീച്ചർ ആയി വരേണ്ട ഒരു ഉദ്യോഗാർത്ഥികൾക്ക്, 2 കുട്ടികളുടെ അമ്മയ്ക്ക്, അത് നമ്മോട് സംസാരിച്ച പോലെ അവർക്ക് ഇങ്ങനെ ഇത്ര ദിവസം നിരാഹാരം കിടക്കേണ്ട ഒരു അവസ്ഥ, പുല്ല് തിന്ന സമരം, മൃഗങ്ങൾ കഴിക്കേണ്ട ഭക്ഷണം മനുഷ്യർ കഴിച്ച് അത്തരത്തിൽ വെറുതെ പ്രതീകാത്മകമായില്ല, അവർ ഫുഡ് കഴിച്ചു തന്നെയാണ് ആ സമരം ചെയ്തത്. അത്തരത്തിലൊരു സമരമാണ് ഇപ്പോൾ ഇവിടെ തുടങ്ങുന്നത്. ഇപ്പോൾ ഈ ആരോഗ്യ സംഘം ഇവിടെ വളർമതി എന്ന ഉദ്യോഗാർത്ഥിയാണ് നിരാഹാര സമരം അനുഷ്ഠിക്കുന്നത്. 34ാം ദിവസമാണ് നിരാഹാര സമരം. അവർക്ക് മെഡിക്കൽ സംഘം ചികിത്സ നൽകുകയാണ്. ഒരു തരത്തിലും പിന്മാറില്ല എന്ന ഉറപ്പുമായാണ് അവർ ഈ സമരരംഗത്തുള്ളത്. കൃത്യമായ ഉറപ്പ് സർക്കാരിൽ നിന്ന് വേണം. ആരോടും പക തീർക്കാനും വിദ്വേഷം തീർക്കാനുള്ളതല്ല. തങ്ങളിൽ 80%-ത്തിലധികം പേരും പിന്തുണച്ച ഒരു മുന്നണിയാണ് കേരളം ഭരിക്കുന്നപ്പോൾ സ്വാഭാവികമായും പ്രശ്നം ഇനിയും നീട്ടിക്കൊണ്ടുപോകാതെ പരിഹരിക്കണമെന്ന ആവശ്യമാണ് ഈ ഉദ്യോഗാർത്ഥികളുടെ. PSC ഉദ്യോഗാർത്ഥികൾ ആണ് പുല്ല് തിന്നുകൊണ്ടുള്ള സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്നത്. അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം, നിയമനം നടത്തണം എന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ ഉദ്യോഗാർത്ഥികൾ.